വെൽക്കം ബാക്ക് ടു അവർ ചാനൽ SJS ദി സ്പ്ലെൻഡിഡ് ജോബ് ടുവേർഡ്സ് സിംഫണി. ഒരിക്കലും ഒരു മഞ്ഞ് താഴ്വരയുടെ ചുവട്ടിൽ ഒരു കൊച്ചു വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കിയിരുന്നപ്പോൾ ഈ മഞ്ഞുകട്ടകളെ ശ്രദ്ധിച്ചപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. ഓരോ മഞ്ഞുകട്ടയും ഒന്നൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. അവൾ ഉടനെ തൻ്റെ സംശയം അവളുടെ അമ്മയോട് ചോദിച്ചു. അമ്മ, എന്തുകൊണ്ടാണ് ഈ മഞ്ഞുകട്ടകളെല്ലാം വ്യത്യാസമായിരിക്കുന്നത്? അപ്പോൾ അമ്മ അവളോട് പറഞ്ഞു, മോളെ, ഈ മഞ്ഞുകട്ടകളും മനുഷ്യരെ പോലെ തന്നെയാണ്. ഓരോന്നിനും ഡിഫറെൻറ്റ് പാറ്റേണും ഡിഫറെൻറ്റ് ഷേപ്പും ഉണ്ട്. ഇതെല്ലാം ഒരുപോലെ ഇരുന്നാൽ എന്തെങ്കിലും ഭംഗിയുണ്ടോ? ഈ വ്യത്യാസമായിരിക്കുന്നതല്ലേ എൻ്റെ സൗന്ദര്യം. അപ്പോൾ അവൾക്ക് വീണ്ടും ഒരു സംശയം. അവൾ അമ്മയോട് ചോദിച്ചു, അമ്മ, അപ്പം നമുക്ക് കിട്ടുന്ന പാറ്റേൺ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അമ്മ വീണ്ടും മോളോട് പറഞ്ഞു, മോളെ, അത് നമുക്ക് കിട്ടുന്ന പാറ്റേൺ നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ ആ പാറ്റേണിനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമുക്ക് ശ്രമിക്കാം. ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തതയാണ് മനുഷ്യനെ മനോഹരമാക്കുന്നത്. നമ്മളൊന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ നിറയെ നക്ഷത്രങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു നക്ഷത്രം മറ്റു നക്ഷത്രത്തെ പോലെയാണോ? എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. കടൽത്തീരത്തേക്ക് നോക്കിയാലോ നിറയെ മണൽത്തരികളുണ്ട്. പക്ഷെ എല്ലാ മണൽത്തരികളും ഒന്നൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. ബൈബിളിൽ പറയുന്നു, വർഷത്തിൽ എല്ലാ ദിവസവും നമുക്ക് പ്രകാശം പരത്തുന്നത് സൂര്യനാണ്. എന്നിട്ടും എന്തേ എല്ലാ ദിവസവും ഒന്നൊന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? ഉത്സവങ്ങളും ഋതുക്കളും മാറി വരുന്നത്? ബൈബിൾ വീണ്ടും പറയുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, ആദത്തെ സൃഷ്ടിച്ചത് പൊടിയിൽ നിന്നാണ്. ദൈവം തൻ്റെ പൂർണ്ണമായ ജ്ഞാനത്താൽ അത് വിവേചിച്ചറിയുകയും അവർക്ക് പ്രത്യേകമായ നിയോഗങ്ങൾ നൽകുകയും ചെയ്യും. ഭഗവത്ഗീതയിൽ പറയുന്നു, ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്യാനാണ്. ഖുറാനിലും പറയുന്നു, ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഏറ്റവും ഉദാത്തമായ മൂശയിലാണ്. അതായത് ഓരോ മനുഷ്യനും അവൻ്റേതായ പ്രത്യേക നിയോഗങ്ങളും കർമ്മങ്ങളുമുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്? ലവ് ദി ഡിഫറൻസസ്. നമുക്ക് ഈ മണൽത്തരികൾ ഒന്നൊന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് പോലെ മനുഷ്യരും ഒന്നൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തതയെ നമുക്ക് സ്നേഹിക്കാം. സെലിബ്രേറ്റ് ദി ഡിഫറൻസസ്. നമുക്ക് ഈ വ്യത്യാസം അത് എല്ലാം ഒരുപോലെ ഇരുന്നാൽ എന്തൊരു ബോറായിരിക്കും. നമ്മളൊന്ന് പ്രകൃതിയിലേക്ക് നോക്കുക. അവിടെ കടലും കായലും മലകളും പർവ്വതങ്ങളും മഞ്ഞുമലകളും മരുഭൂമികളും ഒക്കെ ഉണ്ട്. ഈ വ്യത്യസ്ത കാഴ്ചകളല്ലേ നമ്മുടെ പ്രകൃതിയെ സുന്ദരമാക്കുന്നത്. നമ്മളൊന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ മഞ്ഞുമലകളാണെങ്കിൽ മാത്രമാണ് കാണുന്നതെങ്കിൽ എത്ര ബോറായിരിക്കും, അല്ലെങ്കിൽ വെള്ളം മാത്രമാണ് കാണുന്നതെങ്കിൽ എത്ര ബോറായിരിക്കും. അതുപോലെ തന്നെ എംബ്രേസ് യുവർ ഇൻഡിവിജ്വാലിറ്റി. നമുക്ക് ഓരോ മനുഷ്യനും ഒന്നൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ മഞ്ഞുകട്ടകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ നമ്മുടെ വ്യത്യസ്തതയെ നമുക്ക് സ്നേഹിക്കാം. നമ്മൾ ഓരോരുത്തരും ഒന്നൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ ആ വ്യത്യസ്തതയാണ് ഒരു മനുഷ്യന്റെ സ്ട്രെങ്ത്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വേറെ ആര് തിരിച്ചറിയും? മറ്റാരും തിരിച്ചറിഞ്ഞില്ലെങ്കിലും നമ്മുടെ പ്രത്യേകതകളും നമ്മുടെ കഴിവുകളും നമ്മൾ തിരിച്ചറിയണം. ഒരിക്കലും ഒരു റോസാപ്പൂവ് സൺഫ്ലവറിനെ പോലെയല്ല. സൺഫ്ലവർ റോസും അല്ല. പക്ഷേ സൺഫ്ലവറിനും റോസിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. രണ്ടും മനോഹരങ്ങളാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരിക്കലും ഒരു പെർഫെക്ഷന് വേണ്ടി മറ്റുള്ളവരെ നോക്കാൻ പാടില്ല. ആ പെർഫെക്ഷൻ നമുക്ക് ചിലപ്പോൾ ഉണ്ടാക്കാനും പറ്റില്ല. നമ്മുടെ ഇംപെർഫെക്ഷനാണ് നമ്മുടെ മനോഹാരിത. അപ്പം നമുക്ക് എപ്പോഴും നമ്മളായിരിക്കാൻ ശ്രമിക്കാം. ബി യു, ബി യുണീക്ക്.